ഇന്ന് ഏപ്രിൽ 2 ഓട്ടിസം അവയർനെസ് ഡേ ആണ്. ഓട്ടിസം ഒരു രോഗമല്ല, പക്ഷേ ശരിയായ സമയത്ത് തിരിച്ചറിയാതെ പോവുകയോ അനുയോജ്യമായ ഇടപെടലുകൾ നൽകാതെ പോവുകയോ ചെയ്യുമ്പോൾ കുട്ടികളുടെ സംവേദന, സാമൂഹിക ഇടപെടലുകൾ, പെരുമാറ്റ രീതികൾ എന്നിവയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ അവഗണന, അമിതമായ സ്ക്രീൻ ഉപയോഗം, പരിമിതമായ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയവയാണ് ഓട്ടിസം ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ. അതിനാൽ തന്നെ വളർച്ചയുടെ ഘട്ടങ്ങൾ ശ്രദ്ധയോടെ വിലയിരുത്തുകയും വൈകല്യങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ആദ്യമേ തന്നെ അവരുടെ മാതാവിനെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ കുട്ടി വളരും, പിന്നീട് സംസാരിക്കും എന്ന തെറ്റിദ്ധാരണയിൽ കുട്ടിയുടെ ഭാഷാ വൈകല്യവും സാമൂഹിക വൈകല്യവും അവഗണിക്കപ്പെടുന്നു. കുട്ടി പേര് വിളിച്ചാൽ പ്രതികരിക്കാതെ തുടരുക, 1 വയസ്സിനുള്ളിൽ ചെറിയ വാക്കുകളൊന്നും പറയുന്നില്ല, അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ കാണിക്കുന്നു, കൂട്ടുകാരുമൊത്ത് ശരിയായ രീതിയിൽ കളിക്കുന്നില്ല, കളിപ്പാട്ടങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നില്ല തുടങ്ങിയ ലക്ഷണങ്ങളിൽ 2 മുതൽ 3 എണ്ണം 1.5 മുതൽ 2 വയസ്സിനുള്ളിൽ കണ്ടാൽ തൽക്ഷണം സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി തുടങ്ങിയവയുടെ സഹായം തേടണം. കുട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ മാതാപിതാക്കളുടെ പരിപാലന ശൈലി വലിയ പങ്ക് വഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികളെ ശാന്തരാക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, തിരക്കുള്ളപ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാനായി മാതാപിതാക്കൾ മൊബൈൽ, ടാബ്, TV തുടങ്ങിയവ അധികമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കുട്ടികൾ കണ്ണിൽ നോക്കിയുള്ള ആശയവിനിമയം കുറയ്ക്കുന്നു, സംസാരിക്കാൻ വൈകുന്നു, പരിമിതമായ സാമൂഹിക ഇടപെടലുകൾ കാഴ്ചവെക്കുന്നു, സ്ക്രീനിനോടുള്ള അസാധാരണമായ ആസക്തി കാണിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കാനായി ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി പോലുള്ള വിവിധ തെറാപ്പികൾ നൽകാവുന്നതാണ്. ഒരു കുട്ടിക്ക് 0 മുതൽ 6 വയസ്സിനുള്ളിൽ തന്നെ തെറാപ്പികൾ നൽകുമ്പോൾ അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഒരിക്കലും കാത്തിരിക്കരുത്.